ഹായ് ഹലോ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അവിടെ തുള്ളിയാണല്ലോ വിചാരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാലേ കൂടെ പഠിച്ചവരും നിന്നവരും ഇങ്ങനെ പൂരം കാണാൻ പോകുന്ന പരിപാടിയാണിത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പോഴോന്നും ശരിയാ, തൃശ്ശൂർ പൂരം കഴിഞ്ഞു, പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പോഴാണ് അറിഞ്ഞത് അവിടെ കൂടൽമാണിക്യത്തിൽ പൂരം നടക്കുന്ന കാര്യം. കൂടൽമാണിക്യത്തിലെ പൂരമാകുമ്പോൾ തൃശ്ശൂരാണല്ലോ അത്. അങ്ങനെ തൃശ്ശൂർ പൂരത്തിന് പോണ വഴിക്കാണ് അപ്പോഴാണ് നമ്മളെ മണിച്ചേട്ടൻ്റെ ചാലക്കുടി ആലോചിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചാലക്കുടിക്ക് വിട്ടു. കുറേ മുമ്പുള്ളൊരാഗ്രഹമായിരുന്നു മൂപ്പരവിടെ ഒന്ന് പോകണം, കാണണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അവിടെ പോയി. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനിയിപ്പം അത് മാത്രം കണ്ടു വരുന്നത് മോശമല്ലേ. അങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ മൂപ്പരെ വീടും കൂടി ഒന്ന് പോയി കണ്ടു. ആ വീട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഇത് ടി വിയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. മൂപ്പരെ വീടും മൂപ്പര് കല്ലറയെല്ലാം എല്ലാം പോയി കണ്ടു. സന്തോഷം. പിന്നെ തിരിച്ചു പോരുമ്പോൾ പാടി കൂടെ കാണാതെ പോരുന്നത് മോശമല്ലേ. അങ്ങനെ മൂപ്പരെ പാടിയും കണ്ടേ. സത്യം പറയാലോ, അവിടെ ഒക്കെ മൂപ്പര് പ്രസൻസ് ഉണ്ട്. അത് നമുക്ക് ഓരോ രീതിയിലാണ് ഫീൽ ചെയ്യാനുള്ളത്. ഇതാണ് മണിച്ചേട്ടൻ്റെ പാടി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതൊരിക്കലെങ്കിലും ഒന്ന് പോയി കാണണം എന്നുള്ളത്. അതെന്തായാലും ഇപ്പോഴും സാധിച്ചു. പിന്നെ ഈ പോകുന്ന വഴിക്കാണ് വന്നവരും നിന്നവരും പോയവരും എല്ലാ സിനിമാ നടന്മാരും തൃശ്ശൂരുകാരാണ്. അങ്ങനെ കുറേ സെലിബ്രിറ്റീസിൻ്റെ വീട് കണ്ടു. സ്പെഷ്യലി നമ്മുടെ ആരത് ടൊവിനോ ചേട്ടൻ്റെ വീട് കണ്ടോ. ഇതാണ് ടൊവിനോ ചേട്ടൻ്റെ വീട്. അങ്ങനെ അതും കണ്ടു കഴിഞ്ഞ് ഇതാണ് കുടൽമാണിക്യ ക്ഷേത്രം. പിന്നെ നൈറ്റാണ് കേട്ടോ അവിടെ പൂരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് കയറി പകലൊക്കെ ഒന്ന് അവിടെ കയറി കണ്ടു. പക്ഷെ എൻ്റെ പൊന്നോ രക്ഷയില്ല കേട്ടോ, നല്ല വൈബാണ്. ഇതിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർകാരെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം, നമുക്കെല്ലാം തൃശ്ശൂർ തുറന്ന് തൃശ്ശൂർ പൂരമാണല്ലോ ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് 10 ദേശക്കാർ ഒരു ദിവസം നടത്തുന്ന പോരാട്ടമാണ് കണക്കാക്കപ്പെടുന്നത്. ആ പൂരത്തിന് വരാൻ പറ്റാത്ത ദേവീദേവന്മാർക്കെല്ലാം പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദേശക്കാർ 10 ദിവസം നടത്തുന്ന പൂരമാണ് കൂടൽമാണിക്യം പൂരം. കണ്ടോ, ഗജവീരന്മാർ നിരന്ന് നിൽക്കുന്നത്. 17 ആനകളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോകുന്നതിൻ്റെ ആ ടൈമിൽ തന്നെ അവിടെ ഈ പ്രാവശ്യത്തെ ഇതിനായിരുന്നു ആന കുത്തിക്കൊന്നത് പാപ്പാനെ. ആ സ്ഥലത്തേക്കാണ് പോയത്. ഏക്കറ് കണക്കിന് വിശാലമായി കിടക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ ഒരു ആന ഓടാനുള്ള ഗ്യാപ്പ് വേണ്ടേ. പിന്നെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരുപാട് എക്സ്പോകളും കാര്യങ്ങളുണ്ടായിരുന്നു. ഒത്തിരി കടകളുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു സെറ്റ് വൈബായിരുന്നു. പൂരം എന്നൊക്കെ പറയുമ്പോൾ നമുക്കിവിടെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഇവരുടെ പൂരത്തിൻ്റെ ഒരു വൈബ് അത് നിങ്ങൾക്ക് പതിയെ മനസ്സിലാവും. കാരണം അതിൽ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ലൈഫിൽ. നമ്മൾ ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലം. അല്ലെങ്കിൽ പണ്ടുള്ളവർ പറയാറില്ലേ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ അത് ചില സുഹൃത്തുക്കൾക്കൊക്കെ പറ്റുള്ളൂ. എല്ലാവരെ കൊണ്ടും പറ്റിക്കൊള്ളുന്നില്ല, ചിലർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബാക്കി പോരും നിങ്ങൾ കണ്ടോളൂ. ടാറ്റാ, ബൈ ബൈ.